മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1:36, ഈശോ നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യർക്ക് ഈശോയെ പരിചയപ്പെടുത്തുകയാണ്. അത് പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് നമുക്ക് ബോധ്യം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഏകദേശം 50-55 വയസ്സ് പ്രായമുള്ള ഒരു അച്ചായൻ വിഷമത്തോടെ കൗൺസിലിങ്ങിന് വന്നു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു പറഞ്ഞതാണ്, ഞങ്ങളുടെ അമ്മ മരിച്ചു പോയിട്ട് 1 മാസമേ ആയുള്ളൂ. പക്ഷേ അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും അമ്മയുടെ വില ഞങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അമ്മ വന്ന് ഞങ്ങളെ ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എടാ പ്രാർത്ഥിക്കാൻ സമയമായിടാ, വാടാ പ്രാർത്ഥിക്കാം. അങ്ങനെ 3-4 വട്ടം വിളിച്ചു കഴിയുമ്പോൾ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോയി. രാവിലെ പള്ളിയിൽ പോകാൻ ഞങ്ങളെ അമ്മ പ്രേരിപ്പിച്ചു. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം ക്ലിയറായിട്ട് പോയി. അമ്മ ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞപ്പോഴാണ് അമ്മയുടെ വില ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ അങ്ങനെയൊന്നും വിളിക്കുവാൻ ആളില്ല. ചിലപ്പോൾ തോന്നുന്നത് വരെ കിടന്നുറങ്ങും, TV കാണും, മടുത്തു കഴിയുമ്പോൾ പോയി കിടക്കും. ഇങ്ങനെ ജീവിതത്തിനൊരു ഓർഡറില്ലാതെ പോവുകയാണ്. അമ്മയുണ്ടായിരുന്നപ്പോൾ അമ്മയുടെ വില ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പോൾ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ആ വില അറിയുകയാണ്. എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വിതുമ്പുകയാണ്. ഏതായാലും ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കുടുംബത്തിൽ പതിപ്പിക്കുന്നില്ലെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ട് ഭാര്യ ആ ചുമതല ഏറ്റെടുക്കട്ടെ. കുട്ടികളുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതുപോലെ കൃത്യമായ സമയത്ത് ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങൾക്കെല്ലാം അവള് നേതൃത്വം എടുക്കട്ടെ. എന്നാൽ അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാനല്ല, നീയും നിനക്ക് കഴിവിടത്തോളം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയും അമ്മയുടെ ആ കുറവ് പരിഹരിച്ചെടുക്കുവാനും അമ്മ ഈശോയുടെ കൂടെയാണെന്ന ബോധ്യത്തോടെ മുമ്പോട്ട് പോകാനും പരിശ്രമിക്കുക. അദ്ദേഹം ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സംതൃപ്തിയോടെ പോയത് ഞാനിവിടെ ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലർ മരങ്ങളുടെയൊക്കെ സാന്നിധ്യം അത് നീക്കിക്കളയുമ്പോഴാണ് നമുക്കതിന്റെ വില മനസ്സിലാവും. അപ്പോൾ ആ വില മനസ്സിലാക്കിയിട്ട് അതിനെ ആദരിക്കുവാൻ നമുക്ക് നേരത്തെ തന്നെ കഴിയണം. അതാണ് ഇന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് വിളിക്കപ്പെട്ടവരെ, നമ്മളെ ദൈവം ഏൽപ്പിച്ചവരെ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ നിങ്ങളല്ലാതെ മറ്റാരിയിരിക്കുന്നു? നിങ്ങളവരെ പ്രാർത്ഥനയില് അനുസരണത്തിൽ വളർത്തിയില്ലെങ്കിൽ അവർ ഈ ലോകത്തിൽ കൈവിട്ടു പോകും. പലപ്പോഴും അവരുടെ ജീവിതം അത് വലിയ ശാപമായി തീരും. അതിനിടവരരുത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കാം. അതുപോലെ തന്നെ പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ദൈവത്തോടുള്ള ബന്ധം അത് നമുക്കറിയാം, കുടുംബ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയാണ് സാധിക്കുന്നത്. ആ ബന്ധം പുലർത്തുവാനായിട്ട് നമ്മുടെ മക്കൾക്ക്
ആവശ്യമായ നേതൃത്വം നൽകുവാൻ നമുക്ക് കഴിയണം. അവിടെ കുറവുകളുണ്ടോ എന്ന് വിലയിരുത്തി നോക്കുവാൻ, ആ കുറവുകളെ പരിഹരിച്ചെടുക്കുവാൻ ഈ തിരുവചനം ഇന്ന് നമ്മളെ സഹായിക്കും. അപ്പം നമുക്കും നമ്മളെ ഏൽപ്പിച്ചവരെ നോക്കി ഇതാ ഈശോ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാകണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.